ഒരു പൈന്നെ കാലാകുമ്പോ നല്ല ചൂടൊരു ചിക്കൻ പപ്സ് കഴിച്ചിട്ട് ഒരു 12 മണിയാകുമ്പോൾ ഒന്ന് പുറത്തേക്ക് പോയി. എന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 1:15 ആകുമ്പോൾ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ ലേശം ചോറും കറിയും കഴിക്കാൻ കയറി. ഇത് ഞാൻ ഇടയ്ക്ക് വന്നിട്ട് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അങ്ങനെ ഇപ്രാവശ്യം ഇവിടെ കയറിയിട്ട് കുറേ സ്പെഷ്യലൊന്നും വാങ്ങിയില്ല. നെത്തല് പറഞ്ഞ്, അയില പറഞ്ഞ്, പിന്നെ മറ്റേ ഇതില്ലേ മുഷു, അതാ പൊരിച്ച മീനാ മുഷു. മുഷു ഉണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്, പിന്നെ ഏട്ടിയുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സാമ്പാറും കുറച്ച് ചോറും കുറച്ച് മീൻ കറിയും കൂടെ കൂട്ടി കുഴച്ച് കഴിച്ചു തുടങ്ങിയ ശേഷമോ ഈ മുഷു ഇല്ലേ, മുഷു പൊരിച്ചത്, അതിൻ്റെ അറ്റത്തുനിന്ന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ചോറിൻ്റെ കൂടെ വെച്ചിട്ട് കഴിച്ചു നോക്കി. ഈ മീൻ ഞാൻ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട്, പണ്ടെല്ലാം പിടിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ കഴിച്ചില്ല കേട്ടോ. ഇപ്പം ആദ്യമായിട്ട് കഴിച്ചത്, എനിക്ക് വലിയ ഇഷ്ടമേ ആയിട്ടില്ല. അപ്പോൾ നമ്മളെ നാട്ടിൽ മുഷു എന്ന് പറയുന്ന പുഴയിലെല്ലാം കാണുന്ന ആ മീൻ നിങ്ങളുടെ നാട്ടിലെന്നാ പറയാമെന്നൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ഏട്ട മുളകിട്ടയാണ് കേട്ടോ. ഏട്ട മുളകിട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ മുളകിട്ടതിന് ഭയങ്കര ഉപ്പ് കൂടുതലായിരുന്നു. പൊതുവേ ഞാനിപ്പം കുറച്ച് ഉപ്പ് കുറച്ചിട്ടാണ് വീട്ടിൽ നിന്നെല്ലാം കഴിക്കല്. ഇനി അതുകൊണ്ട് തോന്നിപ്പോയതാണോന്നും അറിയില്ല. ഇത് ചിക്കൻ കറിയില്ല, ചിക്കൻ പീസാ. മീൻ കറി കൂട്ടി കുഴച്ച് ചോറിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് വെച്ചിട്ട് കുറച്ച് ആ ഗ്രേവിയും കൂടെ കൂട്ടി കുഴച്ച് കഴിച്ച് നോക്കിയിട്ടുണ്ടേ. ഇല്ലെങ്കിലൊന്ന് കഴിച്ച് നോക്കുക, അപാര ടേസ്റ്റാണ്. അപ്പോൾ ഈ സ്പോട്ട് കാപ്പാട് തിലാനൂറിലെ കൃഷ്ണ ലഞ്ച് ഹോമാണ്. ഇത് ഞാൻ ആ ലഞ്ച് ഹോമിൽ നിന്ന് കഴിച്ച ലഞ്ചിന് ശേഷം കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ട് പിന്നെയും കഴിച്ച വേറെ ഒരു ലഞ്ചാണ്. കുറച്ച് ദിവസമായിട്ട് ഞാനൊരു ചെറിയ ഡയറ്റിലായിപ്പോയോണ്ട് തന്നെ ഉച്ചക്ക് അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ജങ്ക് ഫുഡും ക്രീമി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാറില്ല. ചോറും മീൻ പൊരിച്ച് അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ മന്തി എല്ലാമാണ് കഴിക്കാറ്. അപ്പം കുറച്ച് ദിവസമായിട്ട് എനിക്ക് എന്തെങ്കിലും നല്ല ക്രീമിയല്ലായിട്ടുള്ളൊരു ജങ്ക് ഫുഡ് പോലത്തെ എന്തെങ്കിലും കഴിക്കണം എന്ന് വല്ലാത്തൊരു ക്രേവിങ്. ഇൻസ്റ്റാഗ്രാമിലെല്ലാം കുറേ ആൾ കഴിക്കുന്ന കണ്ടിട്ട് അങ്ങനെ ഞാൻ നേരെ ഇങ്ങോട്ട് വന്ന്. എന്നിട്ട് ഡോമിനോസിന്ന് ആദ്യം ഒരു ഗാർലിക് ചീസ് ചിക്കൻ റൈസ് ഓർഡർ ചെയ്ത്. ഇതിൽ റൈസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ അവരെ സ്പെഷ്യൽ ഗാർലിക് സോസ് ഉണ്ട്, വേറൊരു സ്പെഷ്യൽ സോസ് ഉണ്ട്, ചീസ് ഉണ്ട്, കുറച്ച് വെജീസ് ഉണ്ട്. അങ്ങനെ എല്ലാം വരുന്ന നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളിയായിട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. അതിനുശേഷം 3 പീസ് വരുന്നൊരു സ്പൈസി ചിക്കൻ തൈസ് ഓർഡർ ചെയ്ത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് കഴിക്കുന്നത്. ചിക്കൻ്റെ തൊടയില്ലേ, അതിന് നല്ല കോട്ടിംഗ് എല്ലാം കൊടുത്ത് കുറച്ചൊരു സ്പൈസി ഫ്ലേവറുള്ള മസാലയെല്ലാം ഇട്ടിട്ടാക്കിയായിട്ടാണ് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. നല്ല ജ്യൂസിയാണ് സാധനം. കുറച്ച് ദിവസമായിട്ട് ഹെവി ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആർത്തി വരുമേ. പിന്നെ ആ ആർത്തി ശരിക്കും അങ്ങോട്ട് സഫലീകരിക്കാണ്ട് അല്ലെങ്കിൽ പൂർത്തീകരിക്കാണ്ട് പോകാനും പറ്റില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് 4 പീസ് വരുന്നൊരു സിഗ്നേച്ചർ ചിക്കൻ വിങ്സാണ്. ഈ ചിക്കൻ വിങ്സ് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ട്. മസാല ശരിക്കും പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പിടിച്ചിട്ടുണ്ട്. ജ്യൂസിയാണോ എന്ന് ചോദിച്ചാൽ ജ്യൂസിയാണ്. പിന്നെ പ്രോപ്പറായിട്ട് ഗ്രില്ലായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്രില്ലായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ആ മസാല ഭയങ്കര ടേസ്റ്റ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ സ്പൈസി ചിക്കൻ തൈസ് ആയിരുന്നേ. അതിന് ശേഷം ഞാനിവിടുന്ന് വീണ്ടും ഒരു റൈസ് ഐറ്റം കൂടി ഓർഡർ ചെയ്തു. ഇത് 2, 3 ആളുകൾ ഇവിടുന്ന് കഴിക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇതിവിടുത്തെ ഇതിൻ്റെ പേരെന്തേനു? ആ ടാങ്കി ടൊമാറ്റോ ചീസ് ചിക്കൻ റൈസാണേ. ഇവിടുത്തെ ഏത് ചീസ് ചിക്കൻ റൈസായാലും അത് കഴിക്കാനൊരു മെത്തേഡുണ്ട്. അതായത് ആ റൈസും ചിക്കനും ചീസും പിന്നെ സ്പെഷ്യൽ സോസും വെജിറ്റബിളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ. മിക്സ് ചെയ്തിട്ട് കോരിയെടുത്ത് വേണം കഴിക്കാൻ. ഇനി കുറേ ആളുകളൊന്നും ഇല്ലെങ്കിൽ സ്പൂൺ നൈസായിട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് കൈ കൊണ്ട് വാരിയെടുത്തിട്ടും കഴിക്കാം. ഞാനങ്ങനെ കഴിക്കാൻ നോക്കിയിനി. നേരം പിന്നെ തൊട്ടപ്പുറത്തുള്ള ആളെല്ലാം ഇങ്ങനെ നോക്കുന്നു. പിന്നെ ഞാൻ സ്പൂൺ കൊണ്ട് തന്നെ കഴിച്ച്. സത്യം പറയുകയാണെങ്കിൽ ഈ ടാങ്കി ടൊമാറ്റോ ചീസ് ചിക്കൻ റൈസിനേക്കാളും എത്രയോ ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യം കഴിച്ച ആ ഗാർലിക് ചീസ് ചിക്കൻ റൈസില്ലേ, അത് തന്നെയാണ്. അപ്പോൾ ഏകദേശം വയറ് ഫുള്ളായാലും പിന്നെ ഞാൻ ആടുത്ത കഴിപ്പ് നിർത്തി കേട്ടോ. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ മോൾ ഓഫ് ഇമാദില്ലേ, കണ്ണൂർ സെൻട്രൽ മോൾ, അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഡോമിനോസാണ്. ആടുന്ന് ഇറങ്ങിയിട്ട് നേരെ ഞാൻ പോയത് പ്രഭാതത്തിനടുത്തുള്ള ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ആകെ മൊത്തത്തിലൊരു മത്തായ ഫീൽ. അങ്ങനെ അവിടുന്ന് വിത്തൗട്ട് ചായയും കുടിച്ച് ഒരു ചിക്കൻ റോളും കഴിച്ചിട്ട് ഞാൻ വേറൊരു ഫ്രണ്ടിനെ കാണാൻ പോയി. ആ ഫ്രണ്ടിനോട് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ ഓൻ എന്നോട് പറഞ്ഞു, "ബാ നമുക്ക് ചായ കുടിക്കാമല്ലോ എന്ന്." അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ പയ്യാമ്പലത്തുള്ള ഒരു ചായപ്പീടിയിൽ പോയിട്ട് അവിടുന്ന് 2 മുളക് ബജിയും കഴിച്ച് ഓരോ ചായയും കുടിച്ച്. ചായ കുടിച്ചൊരു രാത്രി വരെ നമ്മൾ കണ്ണൂർ ടൗണിൽ തന്നെ ഉണ്ടെന്നേ. രാത്രി ഓൻ വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ നേരെ വെലോസിറ്റിയിലേക്ക് പോയി. ഈ സംഭവമെല്ലാം നടക്കുന്നത് ഫെബ്രുവരി 14 അതായത് വാലന്റൈൻസ് ഡേയുടെ അന്ന്. കണ്ണൂരിലാകെയുള്ളൊരു റെസ്റ്റോ ബാർ അല്ലെങ്കിൽ ഒരു പബ് സ്റ്റൈൽ സെറ്റപ്പ് ഉള്ള ഒരു സ്പോട്ട് ഇത് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ വാലന്റൈൻസ് ഡേ പറയാനുണ്ടാ, ഇടാ ഗംഭീര പാർട്ടി നടക്കുന്നുണ്ട്. പാർട്ടിയിൽ അടിച്ചു പൊളിക്കുന്നുണ്ടായിരുന്നത് കൂടുതലും ഫാമിലീസും പിന്നെ കപ്പിൾസും പിന്നെ കുറച്ച് ആളുകളല്ലേനു. ഞാൻ മാത്രം ഇപ്പുറത്തെ സൈഡിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പാർട്ടിയിൽ ആ പാട്ടെല്ലാം കേട്ടോണ്ട് തലയെല്ലാം കുലുക്കിയിട്ട് ഇങ്ങനെ ജി 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 എന്നായിക്കോട്ട് ഇവിടുന്ന് ഇങ്ങനെ ഫുഡ് അടിക്കുന്നു. തുള്ളുന്ന 2, 3 ആളുകൾ ഇങ്ങനെ നോക്കുന്ന കണ്ടിനി. ഏതാണ്ട് ഇവൻ പാർട്ടിക്ക് വന്നിട്ട് ഒരു ഡാൻസ് പോലും കളിക്കാണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഫുഡ് അടിക്കുന്നതെന്ന്. പക്ഷേ ഞാൻ മാത്രമല്ലേനു. ഞാൻ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓരോരോ ആളിങ്ങനെ ആടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതല്ലേ ഞാനും കണ്ടിന്. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടി നടക്കുന്നത് കൊണ്ടോ ഒന്നും ആയിരുന്നില്ല ഞാനിവിടെ കയറിയത്. ഇവിടെ കുറച്ച് കബാബ് ഉണ്ട്, അത് കഴിക്കാൻ വേണ്ടി മാത്രം. ഇവിടുത്തെ കബാബിൻ്റെ അത്ര ടേസ്റ്റുള്ളൊരു കബാബ് കണ്ണൂർ ജില്ലയിൽ വേറെ ഒരു റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഒരു കഫേയിലോ കിട്ടൂല കേട്ടോ.
അത്രയും അടിപൊളിയാണ് ഇവരെ കബാബ്. അത് ചിക്കനായാലും ശരി, ഫിഷ് ആയാലും ശരി, ബീഫായാലും ശരി, മട്ടണായാലും ശരി. ഉഫ്! ഭയങ്കര ടേസ്റ്റാ. നല്ല ജ്യൂസിയാണ്. നല്ല ഫ്ലേവറാണ്. ശരിക്കും ആ ഫ്ലേവർ ചിക്കൻ്റെ എല്ലാം അങ്ങ് ഉള്ളിലോട്ട് വരും. ഇത് ഫിഷിൻ്റെ കബാബാട്ടാ. ഇതെല്ലാം ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇവരൊരു റൊട്ടിയും സെർവ് ചെയ്യും. അതിൻ്റെ കൂടെ ആദ്യം ഒരു റൊട്ടി സെർവ് ചെയ്യും. പിന്നെ അത് തീരുമ്പോൾ നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കണേ. അത് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇവിടുന്ന് കല്ലപ്പം പറഞ്ഞ് ഇവരൊരു ഫിഷ് കറിയുണ്ട്. കറിയെല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫിഷ് ഉണ്ടല്ലോ അത് അത്ര ഫ്രഷ് അല്ലാത്ത പോലെ എനിക്ക് തോന്നി. ഇനി പിന്നെ അപ്പം ഉണ്ടല്ലോ, അപ്പം ഞാൻ ഇതിനു മുമ്പ് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. അത്ര ടേസ്റ്റ് ഇപ്രാവശ്യം എനിക്ക് തോന്നിയില്ല കേട്ടോ. കുറച്ച് മധുരം കൂടുതലായിരുന്നു ആ ഒരു കൂട്ടിന്. പാർട്ടി നൈറ്റ് ആയതുകൊണ്ട് തന്നെ എൻട്രി ചാർജ് വരും. 1500 എൻട്രി ചാർജ്. അതിൻ്റെ അകത്ത് 500 ഫുഡ് കഴിക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇവിടുന്ന് കുറേ ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് ഏകദേശം 4250 ആയിന്. പിന്നെ പാട്ടെല്ലാം കേട്ടുകൊണ്ട് ഒരു 10:45 വരെ അവിടെ നിന്നിട്ട് ഒരു 11 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയേ. പോകുന്ന വഴിക്ക് എനിക്ക് തട്ടുകടയിൽ പോയിട്ടൊരു ദോശ തിന്നാനുള്ളൊരു തോന്നൽ. അപ്പോൾ അവിടെ തന്നെ നേരെ നമ്മളെ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ സൈഡിലുള്ള തട്ടുകടയിൽ പോയിട്ട് അവിടുന്ന് ഒരു സിംഗിൾ ഓംലേറ്റും പറഞ്ഞ് ഒരു 3 ദോശയും വാങ്ങിച്ച് അതിൻ്റെ മേലെ സാമ്പാറും മറ്റേ തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയെല്ലാം ഒഴിച്ചിട്ട് അവിടുന്ന് അതും പതുക്കെ കഴിച്ചിട്ട് ഒരു റൗണ്ട് കണ്ണൂരിലൂടെ കാർ ഓടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയേ. പിന്നെ പോകുന്ന വഴിക്ക് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം പാർലറിൽ കയറിയിട്ട് അവിടുന്ന് 2 സ്കൂപ്പ് ഐസ്ക്രീമും കഴിച്ചിന്. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്